ഒരു പ്രശ്നവുമില്ല, ചെറുപറാ പണിയെടുത്തോളൂ, ഒരു മടുപ്പ് പോലും ഈ സാധനത്തിനില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ സമയം നമസ്കാരം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ TSCന്റെ പ്രിന്ററാണ് ഈ ലേബിൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല, ചെറുപറാ പണിയെടുത്തോളൂ, ഒരു മടുപ്പ് പോലും ഈ സാധനത്തിനില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ സമയം സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, ഇതിനെന്തോ ഒരു കളർ കുറവുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ചോദിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്കറിയാലോ, ഈ ഏകദേശം ഞാനൊരു മാസം 5000 ആവറേജ് ഒരു 5000 ഓർഡേഴ്സിൻ്റെ അടുത്താണ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ ഒരു പ്രിന്റർ പണി മുടക്കി കഴിഞ്ഞാൽ നമുക്കത് 8ന്റെ പണിയെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പുതിയൊരു എല്ലറ്റിൻ്റെ ഒരു പ്രിന്റർ വാങ്ങിച്ചു. ഏകദേശം ഒരു 6000 രൂപേൻ്റെ അടുത്താണ് നമുക്ക് വില വന്നത്. അതായത് മറ്റേ പ്രിന്റർ കുഴപ്പമില്ല, എന്നാലും ഒരു സ്റ്റെപ്പിന് പോലെ ഇതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇൻ കേസ് കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഓടിക്കാമല്ലോ. അപ്പോൾ റിവ്യൂ റേറ്റിംഗ് ഒക്കെ നോക്കി വാങ്ങിച്ചതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കൊരു യൂസർ റിവ്യൂ പറയാറൊന്നും ആയിട്ടില്ല, കാര്യം ഒരു 1 വീക്ക് ആയിട്ടുള്ളത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അറിയില്ല, പക്ഷേ നമ്മുടെ മെയിൻ പ്രിന്റർ എപ്പോഴും TSC തന്നെയാണ്. ഇതൊരു സ്റ്റെപ്പിന് മാത്രമാണ്. എന്തായാലും ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം ഒരാൾ പണി മുടക്കിയാലും മറ്റൊരാളെ വെച്ചിട്ട് നമുക്ക് പണി എടുപ്പിക്കാമല്ലോ. നമ്മൾ ഈ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുമ്പോഴേ പ്രിന്റർ, ലാപ്ടോപ്പ്, പിന്നെ കറണ്ട്, ഇൻ്റർനെറ്റ് ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും പക്കയായിട്ട് വർക്ക് ചെയ്യണം. ഇതിലേതെങ്കിലും ഒരു സാധനം നമുക്ക് പണി മുടക്കി കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ പണി കിട്ടും. ഇപ്പോൾ നമ്മൾ സ്വന്തം വെബ്സൈറ്റാണ് കുഴപ്പമില്ല, ഇന്നത്തെ ഓർഡർ നാളെ അയച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഈ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇന്നത്തെ ഓർഡർ ഇന്ന് തന്നെ ഷിപ്പ് ചെയ്തെങ്കിൽ നമുക്ക് അത് ഭയങ്കര പണിയാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ സെയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടിക്കോളും. എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം നിങ്ങൾക്ക് വീഡിയോ കാണുന്ന വഴി ഉണ്ടാവും. കാര്യം ഞാൻ കഴിഞ്ഞ 2018 മുതൽ ഈ ഒരു പരിപാടിയായിട്ട് തന്നെ നടക്കുന്ന ഒരാളാണ്.